ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പത്മരാജൻ്റെ നക്ഷത്രങ്ങളെ കാവൽ എന്ന നോവലിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്തിനാണ് അദ്ദേഹത്തിൻ്റെ ജനനം. തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ നിന്നും ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു കൂട്ടം നോവലുകളും കഥാസമാഹാരങ്ങളും തിരക്കഥകളും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിറന്നു. പ്രയാണം എന്ന ചലച്ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തിരക്കഥാകൃത്തായത്. സിനിമാ സംവിധാനത്തിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. സ്വന്തമായി സംവിധാനം ചെയ്ത ചിത്രങ്ങളതുൾപ്പെടെ 36 തിരക്കഥകൾ അദ്ദേഹം രചിച്ചു. 1982 കോലാലംപൂരിൽ നടന്ന ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരിടത്തൊരു ഫയൽവാൻ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനും തിരക്കഥയ്ക്കുമുള്ള ബഹുമതികൾ കരസ്ഥമാക്കി. അദ്ദേഹത്തിൻ്റെ മറ്റു പല സിനിമകളും ദേശീയവും അന്തർദേശീയവുമായ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. 1991 ജനുവരി 24 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നക്ഷത്രങ്ങളെ കാവൽ എന്ന എൻ്റെ ഹൃദയത്തോട് അടുത്തു നിൽക്കുന്ന ഈ നോവലിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. കല്യാണിക്കുട്ടി എന്ന ഒരു കുട്ടിത്തം മാറാത്ത മാധവിയുടെയും ലക്ഷ്മിയുടെയും പരിലാളനയിൽ വളരുന്ന ഒരു കൗമാരക്കാരിയുടെ കഥ. എനിക്കിതിൽ ഏറെ ഇഷ്ടമായത് അദ്ദേഹം പ്രകൃതി വിവിധ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് നേർക്കാഴ്ചയായി മാറുന്നു. കല്യാണിക്കുട്ടിയുടെ ജീവിതം വഴിമാറി ദിശ തെറ്റിപ്പോകുന്നത് നമുക്ക് അയൽവാസിയായ ഒരു കുട്ടിയെ നോക്കിക്കാണുന്നത് പോലെ കാണാൻ പറ്റുന്നു. നമ്മുടെ കൺമുൻപിൽ പത്മരാജൻ എന്ന കഥാകാരൻ അത് വരച്ചിടുന്നു. അവളുടെ ജീവിതം മറ്റാരുടെയൊക്കെ വാക്കുകൾ കൊണ്ട് അധംപതിക്കുന്നതും നമുക്കിതിൽ കാണാം. നമുക്കൊരു ബന്ധവുമില്ലാത്ത ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ശക്തമായ പ്രഹരം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഈ നോവൽ എടുത്തു പറയുന്നു. ഈ കഥ അവസാനിക്കുമ്പോൾ ഇല്ല, നമ്മുടെ ഇടയിലുള്ള ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാം. അത്രത്തോളം അടുത്തു നിൽക്കുന്നു ആ പെൺകുട്ടിയും അവളുടെ ചുറ്റുപാടും. നല്ലൊരു പര്യവസാനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് സംഭവിച്ചതുമാണ്. പക്ഷേ കാലം വിധിയെന്ന രൂപത്തിൽ പിന്നെയും അവളുടെ മുന്നിൽ വന്നു നിന്നു. നിങ്ങളെല്ലാവരും പത്മരാജൻ്റെ നോവൽ അഥവാ അദ്ദേഹത്തിൻ്റെ ഈ സൃഷ്ടി എന്ന് തന്നെ പറയാം. വായിക്കാൻ നോക്കുക. താങ്ക് യു. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.